പ്രൊഫസർ ഗോപിനാഥൻ, രാഷ്ട്രീയ മത ജാതി ഭേദമില്ലാതെ നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്ന ആ ഒരു രക്ഷാപ്രവർത്തനം, അതിന്റെ ഒരു ഐക്യം, ഒരുമ, അതെല്ലാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ഇനിയാണ് കൂടുതൽ ചിന്തിക്കേണ്ടത് എന്നുള്ള ഒരു ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. അങ്ങനെ കൃത്യമായിട്ടുള്ള പുനരധിവാസ പദ്ധതികൾ ഞങ്ങളിത് ആവിഷ്കരിക്കാൻ പോകുകയാണ്. എന്താണ്, ഏത് തരത്തിലാണ് അത് ഒരു പാളിച്ചയും കൂടാതെ നടപ്പാക്കുക എന്ന് മുഖ്യമന്ത്രി പറയുകയും ചെയ്തിരിക്കുന്നു ഒരല്പം മുൻപ്. അങ്ങനെ ഒരു വ്യക്തമായ ചിത്രം സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം, അധികൃതരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്ന് തന്നെ പ്രതീക്ഷിക്കാമോ? ഇപ്പോൾ പുനരധിവാസത്തിൻ്റെ സാധ്യതകൾ എന്ന് പറയുന്നതിന് വളരെയധികം പ്രായോഗിക പ്രശ്നങ്ങളുണ്ടെന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. ഈ നേരത്തെ മുൻ അനുഭവങ്ങൾ എന്ന് പറയുന്നത് മാത്രമല്ല, മുൻ അനുഭവങ്ങൾ ഇപ്പോൾ പുത്തുമലയിൽ തന്നെ 2019 നടന്ന ഉരുൾപൊട്ടൽ, ലാൻഡ്സ്ലൈഡിൽ പുനരധിവസിക്കപ്പെട്ട ആളുകളും അവർ റിലീഫ് ക്യാമ്പുകളിൽ കഴിയുന്ന ആളുകൾ പോലുമുണ്ട് എന്നാണ് നാം ഇപ്പോഴും മനസ്സിലാക്കുന്നത്. അന്ന് വളരെ കുറച്ച് പേരാണ് മരണപ്പെട്ടത്. ഈ ചൂരൽമലയുമായി കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വളരെ ചെറിയ ഭാഗം മാത്രമാണ് അവിടെ ഇതിന് വിധേയമായത്, ദുരന്തത്തിന് വിധേയമായത്. ഇതോടൊപ്പം തന്നെ ഏതാണ്ട് ചൂരൽമലയിൽ നടന്ന സമയത്ത് തന്നെയാണ് കോഴിക്കോട്ട് മറ്റ് ഒരു ദുരന്തവും നടന്ന് അവിടെയും 8 പേരോ മറ്റോ മരിക്കുകയും കുറച്ച് വീടുകൾ നഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അവരും ഈ പുനരധിവാസത്തിനെ ആവശ്യപ്പെടുന്ന അവരുണ്ട് അവിടെയും. അപ്പോൾ ഈ പ്രായോഗികമായ തലത്തിൽ ഇപ്പോൾ വയനാട്ടിൽ ചൂരൽമലയിലുള്ള അല്ലെങ്കിൽ മുണ്ടക്കയിലുള്ള ആളുകളുടെ പുനരധിവാസത്തെക്കുറിച്ച് പറയുമ്പോൾ എവിടെ, എങ്ങനെ, എപ്പോൾ, ഇതിന് ഒരു ബ്ലൂ പ്രിൻ്റ് ഉണ്ടോ? ഇതിൻ്റെ സാധ്യതകളെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? ഇതെവിടെയാണ് ഈ ആൾക്കാരെ? ഇപ്പോൾ ഇന്നലെ ഞാൻ പഠിപ്പിച്ചിരുന്ന ഒരു കുട്ടി ചൂരൽമലയിലാണ്. ഇപ്പോഴും അവളുടെ വീട് ചൂരൽമലയിലുണ്ട്. ഇപ്പോഴും അത് തകർന്നു പോയിട്ടില്ല, കാരണം ഉയർന്നൊരു സ്ഥലത്താണ്. അവൾ ഇപ്പോൾ കൽപ്പറ്റയിൽ ഒരു വാടകയ്ക്ക് ഒരു മുറിയെടുത്താണ് താമസിക്കുന്നത്, അവളും അവളുടെ മകളും. അവർക്ക് വാടകയ്ക്ക് ഒരു മുറി കിട്ടുന്നതിന് വേണ്ടി കഴിഞ്ഞ 4-5 ദിവസമായി അവർ പരിശ്രമിച്ചിട്ട് മെനയാന്നാണ് അവർക്ക് ഒരു മുറി വാടകയ്ക്ക് താമസിക്കാൻ കിട്ടിയതെന്നാണ് ആ കുട്ടി എന്നോട് പറഞ്ഞത്. കുട്ടി എന്ന് ഞാൻ പറയുന്നുള്ളതേ ഉള്ളൂ, അവർ റിട്ടയർഡ് ഉദ്യോഗസ്ഥയാണ്. ഇത് ആണ് അവിടെ പ്രായോഗിക തലത്തിൽ നാം കാണുന്ന കാര്യം. അതാണ്, ഒരു വാടകയ്ക്ക് ഒരു വീടെടുത്ത് ഒരു അമ്മയ്ക്കും മകളും കൂടെ താമസിക്കുന്നതിന് 4-5 ദിവസമായി അവർ ശ്രമിച്ചിട്ട് ഈ 2 ദിവസത്തിന് മുമ്പാണ് അവർക്ക് ഒരു മുറി കിട്ടിയതെന്നാണ്, ഒരു വീടല്ല. അപ്പോൾ ഇത് പ്രായോഗിക തലത്തിൽ വയനാട് നേരിടുന്നു. മറ്റൊന്ന്, വയനാട്ടിൽ എവിടെ ഉരുൾപൊട്ടലിൻ്റെ സാധ്യതകൾ മുഴുവൻ തുടച്ചു മാറ്റിയിട്ടൊന്നുമില്ല. അതിനി സംഭവിക്കാതിരിക്കും എന്ന് പ്രതീക്ഷിക്കാൻ കഴിയുമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എങ്ങോട്ടാണ് ഇവരെ പുനരധിവസിപ്പിക്കുന്നത്? ഇപ്പോൾ തിരുവനന്തപുരത്ത് മലയൻകീഴ് ഒരു ഫാമിലിയെ കൊണ്ടുവന്നെന്നും അവർ വന്നതിനേക്കാളും വേഗതയിൽ തിരിച്ചു പോയി എന്നും 1-2 ചാനൽ പ്രവർത്തകർ അതിനെ പറഞ്ഞ് എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അവർ ഇവിടെ വന്നിട്ട് എങ്ങനെ താമസിക്കും? അവർക്കറിയാവുന്നുള്ളൊരു പണി ഈ തേയിലത്തോട്ടത്തിലെ പ്രവൃത്തിയാണ്. അത് തിരുവനന്തപുരത്ത് മലയൻകീഴ് വന്നവർ അവരെങ്ങനെയാണ് ഉപജീവനം എന്നൊരു മാർഗം കാര്യം കൂടെ ഉണ്ടല്ലോ. ഇപ്പം നമ്മളിപ്പോൾ തന്നെ നോക്കിയാൽ അവിടെ സഹായങ്ങളായി, ഇപ്പോൾ അപർണ പറഞ്ഞതുപോലെ സഹായങ്ങളായി ധാരാളം സംഘടനകളും വ്യക്തികളും എല്ലാം തയ്യാറായി നിൽപ്പുണ്ട്. എത്ര കാലത്തേക്ക്, എത്ര നാളാണ് ഇവർക്ക് ഇങ്ങനെ ഒരു സഹായമായി ആൾക്കാർ കൈനീട്ടി നിൽക്കുക? അത് പ്രായോഗികമായി എത്രമാത്രം കഴിയും? മനഃപൂർവ്വമല്ലല്ലോ. ആഗ്രഹമുണ്ടെങ്കിൽ തന്നെ എത്ര നാളാണ് ആളുകൾക്ക് ചെയ്യാൻ കഴിയുക? അപ്പോൾ അവരെ പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടുന്ന ഇതിൽ എത്ര ആളുകൾ പൂർണ്ണമായ വീട് നഷ്ടപ്പെട്ടവരുണ്ട്. വീടിരിക്കുന്ന സ്ഥലം പോലും അറിയാൻ വയ്യാത്ത രീതിയിൽ നഷ്ടപ്പെട്ട് ഒഴുകിപ്പോയ ആളുകളുണ്ട്. ഒരു മനുഷ്യൻ്റെ അമ്മയും അവൻ്റെ വിവാഹം നിശ്ചയിച്ചിരിക്കുകയാണ്. ആ സ്ത്രീ വിവാഹം കഴിക്കാൻ നിശ്ചയിച്ച് ഇത് കഴിഞ്ഞതാണ്. പക്ഷേ അവൻ്റെ അച്ഛനും അമ്മയും അടക്കം സർവ്വപേരും മരിച്ചുപോയി. അയാളുടെ വീടും നഷ്ടപ്പെട്ടു, ചൂരൽമലയിലാണ്. ഇങ്ങനെയുള്ള ആളുകൾ ഇവരെ എങ്ങനെ, ഏത് രീതിയിലാണ്? ഇപ്പോൾ ഈ വിവാഹം, അയാളുടെ കാര്യം എന്നോട് പറഞ്ഞത്, അയാളുടെ കല്യാണം കഴിക്കാൻ ഉദ്ദേശിച്ച പെണ്ണിൻ്റെ അമ്മയും, അവർക്കും അച്ഛൻ ഇല്ലെന്ന് തോന്നുന്നു. അപ്പോൾ അമ്മയും അവരുടെ വീടുണ്ട്, ഇപ്പം ആ വീട്ടിലേക്ക് താമസിപ്പിച്ച് ഞങ്ങളുടെ കൂടെ കൂട്ടാം എന്നാണ് അവർ പറഞ്ഞത്. ഇവിടെ ഞാനീ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണെന്നാൽ,
ഇത് ഒരുപാട് ലിമിറ്റേഷൻസ്, ഒരുപാട് പരിമിതികൾ ഉള്ള ഒരു കാര്യമാണ് ഈ പുനരധിവാസം എന്ന് പറയുന്നത്. അതിൻ്റെ സാധ്യതകളെന്ന് പറഞ്ഞാൽ തന്നെ എത്ര ആളുകളെ എവിടെ ഉൾക്കൊള്ളിക്കാൻ, വയനാടിൻ്റെ ഒരുവിധമുള്ള എല്ലാ പ്രദേശങ്ങളും എനിക്കറിയാം. അവിടെ എവിടെയാണ് കുറേ ആൾക്കാരെ ഒരുമിച്ച് പാർക്കാൻ, ആരോ ഇപ്പോൾ വസ്തു കൊടുക്കുന്നു അല്ലെങ്കിൽ പിന്നെ ഭൂമി വിട്ടുകൊടുക്കാൻ ആളുകൾ തയ്യാറായിട്ടുണ്ട് എന്ന് പറയുന്നു. ആ ഭൂമി ഏറ്റെടുത്ത് അവർക്ക് ഒരു വീട് വെച്ച് കൊടുക്കുന്നതിന് ചിലപ്പോൾ മറ്റൊരാൾ വീട് വെച്ച് കൊടുക്കാൻ തയ്യാറായിട്ട് വേറൊരാൾ വന്നേക്കാം. പക്ഷെ ഇതെല്ലാം നമ്മുടെ നിയമവ്യവസ്ഥയ്ക്കകത്ത് നിന്ന് ചെയ്യേണ്ടി വരുമ്പോൾ ഈ നിയമവ്യവസ്ഥയിൽ എവിടെയെല്ലാമാണ് ഇതിന് തടസ്സങ്ങളുണ്ടാകുന്നത്, അത് മാറ്റിക്കൊടുക്കുന്നതിന് എന്തെല്ലാം വഴിയുണ്ട്. ഗവൺമെൻറ് ഒരു ഉത്തരവ് വഴി ഈ ചൂരൽമലയിൽ നിന്ന് ഭൂമി നഷ്ടപ്പെട്ടവർക്കും അനാഥരായി മാറിയവർക്കും സംരക്ഷിക്കുവാൻ ആളില്ലാത്തവർക്കും എല്ലാം ഈ നിലവിലിരിക്കുന്ന നിയമവ്യവസ്ഥയിൽ നിന്ന് കൈമാറ്റ നിയമങ്ങളിൽ നിന്ന്, സ്റ്റാമ്പ് ഡ്യൂട്ടികളിൽ നിന്ന്, ഇത്തരം കാര്യങ്ങളിൽ നിന്നെല്ലാം ഇളവ് നൽകുവാൻ തീരുമാനിച്ചുകൊണ്ട് ഒരു ഉത്തരവിറക്കുമോ?